പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും തെരുവിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ തെരുവിലെ ജനാധിപത്യം പാർലമെന്ററി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമോ തകർക്കുമോ? എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, തെരുവിൽ ജനാധിപത്യം അനിവാര്യമാണ്, തെരുവിൽ നമ്മുടെ നിലവിളികൾ അനിവാര്യമാണ്. പക്ഷെ അത് ബിയോണ്ട് പാർലമെന്റ്, ബിയോണ്ട് ബാലറ്റ് ആകും, ബിഹൈൻഡ് ബാലറ്റ് ആകും എപ്പോഴും. അതിനുള്ള നിരവധി അവസരങ്ങൾ നമ്മൾ ഭരണഘടനാത്മകമായ നേരത്തെ സാറ് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ ഫ്രെയിമിന് പുറത്തുണ്ട്. പക്ഷെ ഫ്രെയിമിന് ഒരു കാര്യക്രമമുണ്ട്, ഡിസിപ്ലിൻ എന്ന് പറയുമല്ലോ. ഭാഷയ്ക്ക് വ്യാകരണമുണ്ട്, ജനാധിപത്യത്തിന് ഒരു വ്യാകരണമുണ്ട്. ആ വ്യാകരണത്തിൽ ഒന്നാണ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നമുക്ക് രാജ്യത്തിന് നിയമം നിർമ്മിക്കണം. ആ നിയമത്തിന് മുമ്പ് ബിഫോർ പാർലമെന്റ് ഒരു നാഷണൽ ഡിബേറ്റ് ഉണ്ട്. അതാവാം നമ്മൾ വക്കബിലിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BJP ആണ് ഈ വക്കബിലിനെ കുറിച്ച് രാജ്യവാസന സമ്പാദന സെക്രട്ടറി. കാര്യമുണ്ട്, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വലിയ നിയമനിർമ്മാണം നടത്താൻ പോകുന്നു. അത് നിങ്ങൾക്ക് വേണ്ടതല്ലേ, നീ അതിന്റെ അനുഭവ സാക്ഷിയല്ലേ? അന്ന് ഞാൻ കേരളത്തിലെ പ്രതികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ടത് ഇന്ത്യയിൽ ആദ്യം ആരുടെ ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ വഖഫിന്റെ കിരാതമായ നടപടിക്രമങ്ങൾക്ക് ഇരയായി തീർന്ന ഇന്ത്യയിലെ മുസൽമാന്റെ ആവശ്യമാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് സംവദിച്ചാൽ സംവദിക്കേണ്ടവരോട് സംവദിക്കണം, പറയേണ്ടവരോട് പറയണം, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഒരു പ്രീ പാർലമെന്ററി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നാഷണൽ ഡിബേറ്റ് നടക്കണം. അത് നടക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ വഖഫിന്റെ കാര്യത്തിൽ BJP ചെയ്യും. പലപ്പോഴും പ്രീ പാർലമെന്ററി ഡിസ്കഷൻ അല്ല, ഇൻ പാർലമെന്റ് ഡിസ്കഷൻ പോലും നടക്കാതെ ചൂടപ്പം പോലെ നേരത്തെ പറഞ്ഞ പോലെ ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലേ ഗവൺമെന്റ് തെറ്റാണ് ചെയ്യുന്നത്. പ്രീ പാർലമെന്റ് ഡിസ്കഷൻ നടക്കണം. അതാണ് തെരുവിന്റെ ഡിബേറ്റ്. അപ്പോഴാണ് തെരുവിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുക, ചോദ്യങ്ങൾ കിട്ടുക. പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇൻ പാർലമെന്റ് ഡിസ്കഷൻ എന്തുമാത്രം നടക്കുന്നത്? പാർലമെന്റിൽ ആളുകൾ പോകുന്നതിനാണ് ബഹിഷ്കരിക്കാൻ, പുറത്തിറങ്ങാൻ. എന്നിട്ട് എന്തിനാ വീണ്ടും പേര് എഴുതുന്നു, വീണ്ടും സ്പീക്കർ സഭ തുടങ്ങി വെക്കുന്നു, എന്ത് ബഹളം വെക്കാൻ, ബാക്കി എന്താ സ്പീക്കർ പണി നിർത്തിവെക്കാൻ. ഇങ്ങനെ സഭയില് ബഹളം വെക്കുക, നിർത്തിവെക്കുക, പുറത്തിറങ്ങി പോവുക, നിയമനിർമ്മാണമല്ലാത്ത മറ്റെല്ലാ ഇടപെടലുകളും വെച്ച് നടക്കുക. ഇതാണ് വേറൊരു അപകടം. ഇൻ പാർലമെന്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ടോ? പാർലമെന്റിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാറ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഔദ്യോഗികമായി ഭൂരിപക്ഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് വേണം എന്ന് ആദരണീയനായ ജവഹർലാൽ നെഹ്റുവിന് തോന്നിയത്? അത് കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാരണവശാലും ഒരു കാലത്തും കോൺഗ്രസ് അയക്കപ്പെട്ടു. മഹാത്മാഗാന്ധിയെ മരണം വരെ ചീത്ത വിളിച്ചവരാണ്. നെഹ്റുവിനെ എന്നും ചീത്തയെ വിളിച്ചിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധിയെ യക്ഷിയിൽ മരണം വരെ വിളിച്ചവരാണ്. പക്ഷെ ആ പാർട്ടിയിൽ നേതാവാണെങ്കിലും പ്രതിപക്ഷത്തിൽ നിന്ന് വരണം എന്ന് നെഹ്റു ആഗ്രഹിച്ചു. അതെന്തുകൊണ്ടാണ്? ജനാധിപത്യത്തിന്റെ പൂർത്തീകരണമാണ് പ്രതിപക്ഷം. ജനാധിപത്യത്തിൽ ഏറ്റവും ശക്തമായ ദൗത്യമാണ് അവർക്ക് നിർവഹിക്കേണ്ടത്. അതിന്റെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവുകൊണ്ടാണ്. അത് ചെറിയ കാര്യമല്ല. അതുപോലെ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന കാര്യമുണ്ട്. ഈ പാർലമെന്റ് പ്രൊസീജിയറിൽ ആചാര്യ സാർ എഴുതി വെച്ചിട്ടുണ്ട്, നെഹ്റു AK ഗോപാലിന്റെ പേര് വിളിച്ചാൽ, സ്പീക്കർ AK ഗോപാലിന്റെ പേര് വിളിച്ചാൽ അധികമൊന്നും അദ്ദേഹത്തെ അനുഭവിക്കുന്ന ആളുകളില്ല, മേശപ്പുറത്ത് അടിക്കുന്ന ആളുകളില്ല, എണ്ണം കുറവാണ്. അപ്പൊ നെഹ്റു നെഹ്റുവിനെ എഴുതിയിരുന്നാൽ പാർലമെന്റ് ഒന്ന് ശബ്ദമാവും. അപ്പൊ അദ്ദേഹം പറയും, My dear friends, if you want to listen to the downtrodden voice of India, please listen to this man. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നിങ്ങൾ ഈ വഴിയിൽ വീണടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, നിസ്വരായ മനുഷ്യരുണ്ടല്ലോ, ശബ്ദമില്ലാത്ത മനുഷ്യരുണ്ടല്ലോ, അവരുടെ ശബ്ദം കേൾക്കണം. ഈ മനുഷ്യരൊന്നും കേട്ട് എന്ന് നെഹ്റു പറയുമ്പോൾ തീർച്ചയായിട്ടും കേൾപ്പിക്കുക പോലെ. ഇതാണ് ജനാധിപത്യത്തിൽ, ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു വില. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷം എവിടെയാണ് പണിയെടുക്കേണ്ടത്? ഒന്ന്, ഇന്ത്യൻ തെരുവിൽ തീർച്ചയായിട്ടും നാഷണൽ ഡിബേറ്റിൽ പണിയെടുക്കണം. രണ്ട്, ഇന്ത്യൻ പാർലമെന്റിനകത്ത് പണിയെടുക്കണം. പണിയെടുക്കാൻ പാടില്ലാത്ത ഇടമുണ്ട്. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ അകത്ത് പോയിട്ട് അവിടെ കിട്ടുന്ന വേദികളിലൊക്കെ പോയി ഇന്ത്യൻ തെരുവിൽ കടക്കെടുക്കും. പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരു മര്യാദ വേണ്ടേ? ഇവർക്കും വേണ്ട ഡിസിപ്ലിൻ, ഇവർക്കും വേണ്ട വ്യാകരണം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പാർലമെന്റിൽ പോകാൻ നേരമില്ല. അവർ എവിടെ പലപ്പോഴും കാണാറില്ല. പാർട്ടി ഓഫീസ് ചോദിച്ചാൽ പോലും അറിഞ്ഞൂടാ. ഇനി പോയാൽ തന്നെ നമ്മൾ ഇന്ത്യക്കെതിരായിട്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു തെരുവിലോ യൂണിവേഴ്സിറ്റിയിലോ നിന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ പ്രതിപക്ഷ നേതാവുണ്ട്. ഈ തരത്തിലുള്ള അപകടങ്ങളുണ്ട്. ഇനി അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? എപ്പോഴാണ് തെരുവിൽ ഡിബേറ്റ് നടക്കേണ്ടത്?
തെരുവിൽ ഡിബേറ്റ് നടക്കുന്ന കുട്ടികൾക്ക് നമ്മളത് എഴുതുന്നില്ല. ഡിബേറ്റ് നടക്കേണ്ട ഒന്നാമത്തെ സന്ദർഭം പാർലമെന്റിൽ നിയമനിർമ്മാണം നടക്കുമ്പോൾ ഇൻ പാർലമെന്റ് ഡിസ്കഷൻ ആവാം. പ്രീ പാർലമെന്റ് ബില്ല് വരുന്നത് വരെ പാർലമെന്റിന് പുറത്ത് ഡിസ്കഷൻ ആവാം. അടുത്ത ഘട്ടം എപ്പോഴാണ്? അടുത്ത ഘട്ടം ഒന്ന് ആലോചിച്ചു. ഒരു ബില്ല് ആക്ട് ആയാൽ അത് റൂൾസ് കൂടി തയ്യാറാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുത്താൽ പിന്നെ നമ്മുടെ പാർലമെന്റേറിയൻസിന്റെ നാവിൽ നിന്ന് പറയേണ്ടത് ബിജെപിയുടെ നിയമം എന്നല്ല, ഭരണകക്ഷിയുടെ നിയമം എന്നല്ല, പിന്നെ പറയേണ്ടത് നമ്മുടെ നിയമം എന്നാണ്, ഈ രാജ്യത്തിന്റെ നിയമം എന്നാണ്. അതൊരു പ്രധാനപ്പെട്ട വ്യാകരണമാണ് ജനാധിപത്യത്തില്. അത് മറന്നു പോകുന്നില്ലേ? നമ്മൾ വല്ലാതെ മറന്നു പോകുന്നില്ലേ? ഒരു നിയമം രാജ്യത്തിന്റെ നിയമമായി കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായിട്ട് മിണ്ടുന്നത് സത്യത്തിൽ ആ രാജ്യത്തെ എല്ലാവരും ചേർന്ന്, അങ്ങനെയല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾ ആരാ പറഞ്ഞത് ഈ ഡെമോക്രസി ആവുന്നതിന്റെ ഒരു കലയുണ്ടല്ലോ, ഒരു ശാസ്ത്രമുണ്ടല്ലോ. അതെപ്പോഴാണ്? 51 ആളുകൾ കൽപ്പിക്കാൻ, പണ്ട് യൂസുഫ് കേച്ചിന്റെ കവിതയാണ് 51 ആളുകൾ കൽപ്പിക്കുവാൻ താഴെ കുമ്പിടാൻ 49 ആളുകൾ. അതാണോ ജനാധിപത്യം? അല്ലാതെ ജനാധിപത്യം. 100 പേരുടെ ഒരു വാർഡിൽ 2 പേര് മത്സരിച്ചിട്ട് 51 വോട്ടിന്റെ ജയിക്കും. അത് സാങ്കേതികത്വം വേണം തീർച്ചയായിട്ടും. അത് അതിന്റെ സങ്കേതമാണ്. പക്ഷെ അതിന്റെ സൗന്ദര്യമല്ല, അതിന്റെ സത്തയുമല്ല. സങ്കേതം കൊണ്ട് സത്തയെ തീർച്ചയായിട്ടും തോൽപ്പിക്കാൻ പാടില്ല. സത്തയല്ല. 100 പേരുടെ രാജ്യത്ത് 2 പേര് മത്സരിച്ചാൽ 51 വോട്ട് കിട്ടിയവർ ജയിച്ചാൽ 100 പേർക്കും വേണ്ടി ഭരിക്കും. എതിരായി വോട്ട് ചെയ്ത, എതിരായി മുദ്രാവാക്യം വിളിച്ച തലയിൽ തല്ലുപിടിക്കാൻ പോയ 49 എതിരാളികൾ എന്താ വിളിച്ച് പറയേണ്ടത്? എന്റെ MLA ജയിച്ചിരിക്കുന്നു, അല്ലെ എന്റെ പ്രസിഡന്റ് ജയിച്ചിരിക്കുന്നു, എന്റെ മെമ്പർ ജയിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. ഈ സൗന്ദര്യം തിരുവിലും മറക്കുന്നുണ്ട്, പാർലമെന്റിലും മറക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പാഠമാണ്. ഇനി ഒരു പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരായി പിന്നെ നമുക്ക് എപ്പോഴും പിന്നെ സാധ്യത എന്താ? ഒന്ന് കോടതിയിൽ എപ്പോഴെങ്കിലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ വല്ലതും ഒരു പുതിയ നിയമത്തിൽ വന്നാൽ ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇത് ഭരണഘടനയുമായി ഒത്തുപോകുന്നില്ല, ഒന്ന് പരിശോധിക്കണമെന്ന് നമുക്ക് കോടതിയിൽ പോയി പറയാം. അതല്ലാത്ത കാലത്തോളം ഇന്ത്യൻ പാർലമെന്റ് ജനാധിപത്യ മര്യാദ പ്രകാരം തെരഞ്ഞെടുത്ത ഒരു നിയമത്തെ പാസ്സായി കഴിഞ്ഞിട്ട് നിയമമായിട്ട് ചോദ്യം ചെയ്താൽ എന്താ സ്ഥിതി? ഒരു ഉദാഹരണം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നമ്മുടെ പുതിയ കേരള ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വന്ദേ മാതരത്തെ കുറിച്ച് ചർച്ചയാവാം. അത് നാഷണൽ ഡിബേറ്റ് ആവാം. അത് 2 വരി പഠിക്കണമെങ്കിൽ 4 വരി പഠണം. ഏത് നെക്സസ് ആണ്, ആര് തമ്മിൽ നെക്സസ് ആണ്, ഒക്കെ ചർച്ച ചെയ്യും. എപ്പോ? പക്ഷെ ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ പാർലമെന്റ് നിയമമായില്ലേ? ഇനി വന്ദേ മാതരം എത്ര പാടണമെന്ന് ചോദിക്കുന്നത് പോലും രാജ്യവിരുദ്ധമായ ചോദ്യമാണ്. അങ്ങനെ സംഗതിയില്ലേ? ഈ തെരുവിൽ ചോദിക്കേണ്ടത് ഒരു മര്യാദയില്ല. തെരുവിൽ ചോദിക്കേണ്ടത് എവിടെ, എന്ത്, എപ്പോൾ ചോദിക്കണം എന്നുള്ള ചോദ്യമില്ലേ? അത് പ്രധാനപ്പെട്ട ചോദ്യം. ഈ വ്യാകരണം ഇപ്പോൾ അഴിയുന്നില്ല. അത് പ്രധാനപ്പെട്ട കാര്യം. നിയമം ആയിക്കഴിഞ്ഞേ ആരെങ്കിലും ഒരാൾക്ക് പത്മനാഭ സാറെ സാമാന്യ ബോധം, ജനാധിപത്യ ബോധമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഇനി ഏതെങ്കിലും ഒരു നാഷണൽ ഡിബേറ്റിലോ ഒരു ചാനൽ ചർച്ചയിലോ ഇരുന്നിട്ട് വന്ദേ മാതരം മുഴുവൻ പാടിയെന്നോ പാടിയില്ലാന്നോ ആരെങ്കിലും ഡിസ്കഷൻ ഇല്ല. അത് ശരിയായില്ല, മുഴുവൻ പാടിയത് തെറ്റായില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വേഗം പണി കൊടുക്കുക. അത് നിയമമാണ്, രാജ്യത്ത് നിയമമായി കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ വേറെ മീനിങ്ഫുൾ ആയി ആലോചിച്ചു അർത്ഥരഹിതമായ ഡിസ്കഷൻ അല്ലേ പലപ്പോഴും നടക്കുന്നത്. ഞാൻ ഈ വന്ദേ മാതരത്തിന് ചർച്ച വന്നപ്പോ എന്റെ അരമണിക്കൂർ സമയത്തിനുള്ളിൽ ഞാൻ സമയം കുറച്ചില്ല. ഈ വന്ദേ മാതരത്തെ കുറിച്ച് ചർച്ച വന്നപ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു ജനാധിപത്യത്തിൽ ഗുണകരമായ ഒരു ചർച്ച, ദേശത്തിന് ഗുണകരമായ ചർച്ച വന്ദേ മാതരത്തിന് പ്രധാന പ്രശ്നമില്ല. വന്ദേ മാതരം നമ്മൾ ചരിത്രത്തിൽ അഭിനയിക്കുകയാണ്. ചരിത്രത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പുതിയ കാലത്തിന് ഗുണകരമായത് എടുക്കാം. ഇത് സാക്ഷാൽ ടാഗോർ പാടിയിരുന്ന പാട്ടാണ്. 2 ഇത് ചരിത്രത്തിന്റെ ആനന്ദമണൻ നോവൽ പിന്നീട് എടുത്ത് ചേർത്തത് 1870 തൊട്ട് നിലനിൽക്കുന്ന സംഗതിയാണ്. ഇത് വലിയ കുഴപ്പമുണ്ടാകുന്ന എപ്പോഴാണ്? 1923 മൗലാന മുഹമ്മദ് അലി കോൺഗ്രസ് സമ്മേളനത്തിൽ ഇത് പാടിയപ്പോൾ അതുവരെ പാടിയിരുന്നില്ലേ. കോൺഗ്രസ് സമ്മേളനം ആവേശപൂർവ്വം ഏറ്റെടുത്ത ഒരു ദേശീയ ഗീതമാണ്. അത് മൗലാന മുഹമ്മദ് അലി പറഞ്ഞു അതാണ് മക്കൾക്കത്. അപ്പോഴാണ് അത്ര ഈ പാട്ട് മുഴുവൻ കേൾക്കുന്നത്. അങ്ങനെയാണ് വളരെ വൈകി കേൾക്കുന്നവരാണ് പാർലമെന്ററിയന്മാർ. അപ്പോ മൗലാന മുഹമ്മദ് അലി ഭൂമിയെ ദേവിയായി ആരാധിക്കുന്ന ചിത്രം ഒരു പരാമർശമുണ്ട്. അപ്പോ മഹാത്മാഗാന്ധി മഹാ കോംപ്രമൈസിന്റെ ആചാര്യനാണ്. അപ്പോൾ മഹാത്മാഗാന്ധി എന്നതിന് ആട്ടമാണ്, അത് വേണ്ട, ബാക്കി പാടിയാൽ പോലും ആ ഗാനത്തെ ആയിരിക്കില്ലല്ലോ. ഞാൻ ചോദിക്കും, ഞാൻ അവിടെ നിന്നുമല്ല നിൽക്കുന്നത്. ഞാൻ വന്ദേ മാതരം അനിവാര്യമായി പുതിയ ലോകം മുഴുവൻ പാടണമെന്ന് വാദിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നയ നിലപാടൊന്നും നോക്കിയിട്ടില്ല. 1923 ഞാൻ വിശ്വസിക്കുന്നത് മൗലാന മുഹമ്മദ് അലിയുടെ മാത്രമല്ല ഒരു മൗലാനയുടെയും കാലമല്ല പുതിയ ലോകം.
എന്റെ അമ്മയുടെ നിലവിളിയേക്കാൾ പ്രധാനമാണ് ഭൂമിയുടെ നിലവിളി 100 കൊല്ലം കഴിഞ്ഞപ്പോൾ 1923 അല്ല 2026. ഭൂമിയുടെ നിലവിളി പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ആരുടെ? എല്ലാവരുടെയും മുദ്രാവാക്യമാണ്. ഗ്രീൻ പൊളിറ്റിക്സ് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യമാണെങ്കിൽ എല്ലാ മതത്തിനകത്തും വലിയ പരിസ്ഥിതി ചിന്തകൾ ഉയർന്നു വന്നിട്ടുണ്ട് സാർ. അങ്ങനെ ഉയർന്നു വരുമ്പോ ഞാൻ ഗ്രീൻ ഇസ്ലാം എന്ന് പറയുന്ന വലിയ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ജീവികളെ കൊല്ലാൻ പാടില്ല, അച്ഛന് പോകുന്ന വലിയ ബുദ്ധിമുട്ടാവും. ഇതൊക്കെ ഭീകരമായ വ്യാപാരങ്ങളാണ്. അച്ഛന് പോകുന്നവര് ഈ കഴിഞ്ഞ ഞാൻ കണ്ടത് 27 ലക്ഷം ഒട്ടകങ്ങളായിരുന്നു. 27 ലക്ഷം ഒട്ടകങ്ങളെ ആ സാധുക്കളെ എന്ത് കുറ്റം ചെയ്തു ഇവന്റെ വിശ്വാസത്തിന് വേണ്ടി?